ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानो सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमो। हरे कृष्ण हरि ओम तत्सत. നമ്മളിന്ന് വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 10, 38 ശ്ലോകം മുതൽ. ദണ്ഡോ ദമയതാം അസ്മി നീതിർ അസ്മി ജിഗിഷതം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാം അഹം. ദണ്ഡോ ദമയതാം അസ്മി നീതിരസ്മി ജിഗിഷതം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാം അഹം. രൂപേശ്വരി മാതാജി. हरे कृष्ण प्रभु जी। दण्डोदमयतामस्मि नीतिरस्मि जिगीषिताम् मौनं चैवास्मि गुह्यानां ज्ञानं ज्ञानवतामहम्। हरे कृष्ण। वेरी गुड. सिमी माताजी. हरे कृष्णा। दण्डो दमयतामस्मि नीतिरस्मि जिगीषताम् मौनं चैवास्मि गुह्यानां ज्ञानां ज्ञानवतामहम्। हरि बोल. उत्तम भक्ति माताजी. പ്രഭുജി എത്രയായിരുന്നു നമ്പർ വരുന്നത് പ്രഭുജി? നമ്പർ 38. ഹരേ കൃഷ്ണ. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീക്ഷതാം മൗനം വൈചാസ്മി ഗൃഹ്യാനാം ജ്ഞാനം ജ്ഞാനാവതാമഹം. वेरी गुड. पार्वती माताजी. पार्वती माताजी ഇല്ല അവിടെ. ഓക്കെ, അർച്ചന മാതാജി. हरे कृष्ण. दण्डो दमयतामस्मि नीतिरस्मिन् जिगीषतां मौनं चैवास्मि गुह्यानां ज्ञानं ज्ञानतमहम्. वेरी गुड. गोपिता माताजी. हरे कृष्ण प्रभु। दण्डो दमयतामस्मि नीतिरस्मि जिगीषातं मौनं चावास्मि गुह्यानां ज्ञानं ज्ञानवताम् अहम्. എന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മലയാളത്തിലുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭു ജി. കൃഷ്ണ. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം ശിക്ഷ, വിജയം കാംക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. 1 മിനിറ്റ് പ്രഭുജി. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം അതായത് ശിക്ഷ, പിന്നെ വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. Among all means of suppressing lawlessness, I am punishment. And of those who seek victory, I am morality. Of secret things, I am silence. And of the wise, I am the wisdom. So, lawlessness,
അതായത് നിയമങ്ങളെ അടിച്ചമർത്തി അതില് പണിഷ്മെന്റ്. ഇപ്പൊ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ശിക്ഷ? ദണ്ഡം, അല്ലെ? ഓഫ് ദോസ് ഹു സീക്ക് വിക്ടറി. അപ്പോൾ ആരാണോ വിജയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അതിലുള്ള നീതി, അതിലുള്ള മൊറാലിറ്റി ഞാനാകും. സീക്രട്ട് തിങ്സ് ഐ എം സൈലൻസ്. മുഖ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അത് ഞാൻ മൗനം പാലിക്കുക. അതായത് ആരും കോൺഫിഡൻഷ്യാലിറ്റി വെളിപ്പെടുത്താതിരിക്കുക. ആൻഡ് ഓഫ് ദ വൈസ് ഐ എം ദ വിസ്ഡം. ബുദ്ധിമാന്മാരിലെ ബുദ്ധി ഞാനാകും. അല്ലെ? സോ ദർ ആർ മെനി സപ്രസിംഗ് ഏജൻസ്, of which the most important are those that cut down miscreants. When miscreants are punished, the agency of chastisement represents Krishna. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ പണിഷ്മെന്റും ഭഗവാനാകുന്നു എന്നാവും. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ ഭൗതിക ലോകത്തിലുള്ള ആ പാപകർമ്മങ്ങള് അതിനെ വളച്ചൊടിച്ചിട്ട് അതില്ലാതേക്കും, അതിനെ ബ്രൈബ് ചെയ്തിട്ടില്ലാതേക്കും. അന്ന് രക്ഷപ്പെടുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ. ബ്രൈബ് ചെയ്തിട്ടും പല ഇൻഫ്ലുവൻസും ചെയ്തിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അല്ലെ? പക്ഷെ ഭഗവാന്റെ അക്കൗണ്ടിൽ നിന്ന് അത് പുറത്തു പോയില്ല. ആ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെ രക്ഷപ്പെടാം, മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ രക്ഷപ്പെടാം തീർച്ചയായിട്ടും. അതിനുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആൾക്കാരെ സ്വാധീനിക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാം, കള്ളസാക്ഷി പറയാം, പൈസ കൊടുത്ത് ബ്രൈബ് കൊടുത്ത് നമുക്ക് അതിനെ ഇല്ലാതാക്കാം. ഒരുപാട് വഴികളുണ്ട്. പക്ഷെ ഭഗവാന്റെ അക്കൗണ്ടിൽ നിന്ന് ആ പാപം, ആ കുറ്റം മാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ രക്ഷപ്പെട്ടാലും ഭഗവാന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും 13 പേരാണ് അതിനും സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളറിയാതെ തന്നെ ഒരുപാട് ആൾക്കാർ സാക്ഷ്യം വഹിക്കുന്നു. അതിലൊന്ന് യമരാജാവ് അല്ലെങ്കിൽ ചിത്രഗുപ്തൻ. ചിത്രഗുപ്തൻ എന്നുള്ള പേരെന്നെ വരാൻ കാരണം ഗുപ്ത എന്ന് പറഞ്ഞ സീക്രട്ട്, കോൺഫിഡൻഷ്യൽ. പിന്നെ ചിത്രം എന്ന് പറഞ്ഞ ഫോട്ടോ. സീക്രട്ടായിട്ട് നമ്മളുടെ ഫോട്ടോ എടുക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവിടെ ഫയലിൽ വെക്കും. എല്ലാം നമ്മളുടെ ഏതൊരു ആക്ടിവിറ്റി ഒന്നും അതിൽ മിസ്സാവില്ല. എല്ലാ ആക്ടിവിറ്റിയുടെയും നമ്മൾ പറയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ചെയ്തില്ലെങ്കിൽ ഇതാ പ്രൂഫ് സഹിതം ഇതാ ഫോട്ടോ കണ്ടോളൂ. ഇപ്പോഴത്തെ ട്രാഫിക് വയലേഷൻ ചെയ്യുന്ന സമയത്ത് ഉടനെ ഫോട്ടോ ആയിട്ടാണ് വരുന്നത്, അല്ലെ? കംപ്ലീറ്റ് ഫുൾ പ്രൂഫായിട്ട്. അതേപോലെ ഇവരുടെ അടുത്തും എല്ലാ പ്രൂഫും ഉണ്ട്. നമുക്ക് നമ്മുടെ ആൾക്കാരെ കബളിപ്പിക്കാം. റൂമിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന, അതായത് സൂര്യഭഗവാന്റെ, ചന്ദ്രനുണ്ട്, ദേവന്മാരുണ്ട്, അതായത് അഗ്നി, വായു, ഇതൊക്കെ ഉണ്ട്, ധർമ്മരാജാവ്, പരമാത്മാ, ഡയറക്ഷൻസ്, ഭൂമി, ഇവരെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കണ്ണിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരുടെ കണ്ണിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. ഭൗതിക തലത്തിൽ നമ്മൾ ആരെയും വേണമെങ്കിൽ വിഡ്ഢികളാക്കാം, നമ്മൾ പക്ഷേ ഭഗവാന്റെ ആ കോടതിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുറ്റകൃത്യം ചെയ്യാതിരിക്കണം. അതാണ് പറയുന്നത്, there are many suppressing agents of which the most important are those that cut down miscreants. നമ്മളെല്ലാം ഡയറക്ട്ലി or ഇൻഡയറക്ട്ലി മിസ്ക്രിയൻസ് ആണ്. കാരണം നമ്മൾ ഒരുപാട് പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട്. ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. So when miscreants are punished, the agency of chastisement represents Krishna. അപ്പോൾ നമുക്ക് ആ ശിക്ഷ തരുന്നത് ഭഗവാൻ ഡയറക്റ്റ് അല്ല, ഭഗവാന്റെ ഏജൻസി ത്രൂ ആണ് തരുന്നത്. അപ്പൊ അതും എന്താണ്, ഇൻഡയറക്ട്ലി ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്റെ ഏജൻസിനെ നിയമിക്കുകയാണ് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ തരാൻ വേണ്ടിയിട്ട്. So that's also Krishna. Among those who are trying to be victorious in some field of activity, the most victorious element is morality. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ജയം ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ മൊറാലിറ്റി ഈസ് ആൾസോ, അതാണ് അതിൻ്റെ മോസ്റ്റ് വിക്ടോറിയസ് എലിമെന്റ്, മൊറാലിറ്റി. അതും ഭഗവാൻ തന്നെയാണ്. സോ എമംഗ് ദ കോൺഫിഡൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഹിയറിംഗ്, തിങ്കിങ് ആൻഡ് മെഡിറ്റേറ്റിംഗ്, സൈലൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ബൈ സൈലൻസ് വൺ ക്യാൻ മേക്ക് പ്രോഗ്രസ് വെരി ക്വിക്ക്ലി. കോൺഫിഡൻഷ്യൽ ആക്ടിവിറ്റീസിൽ ഹിയറിംഗ്, തിങ്കിങ് ആൻഡ് മെഡിറ്റേറ്റിംഗ്, അതിൽ സൈലൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം
സൈലൻസ് പറഞ്ഞാൽ നമ്മൾ പ്രജൽപ്പം ചെയ്യുന്നില്ല. സൈലൻസ് പറഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം സ്മരിക്കുന്നു, സംസാരിക്കുന്നു, ശ്രവിക്കുന്നു. അത് സൈലൻസ്. പിന്നെ എങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെ സൈലൻസ് ആകുന്നത്? പ്രജൽപ്പം അല്ലാത്ത കാര്യങ്ങളെല്ലാം സൈലൻസ് ആണ്. ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് സൈലൻസ്, അത് മൗനം. കാരണം നമ്മൾ അനാവശ്യമായിട്ടുള്ള ആ പ്രജൽപ്പയിൽ ഇടപെടുന്നില്ല. നമ്മുടെ ഇന്നത്തെ കാലം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും മൗനം. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഭഗവാൻ ഒരു അവയവം തന്നിട്ടുണ്ട്, നാവ്, അല്ലേ? അത് ഭഗവാന്റെ നാമം ചെല്ലാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ഗ്ലോറിഫൈ. അത് നമ്മളെ ഭഗവാൻ തന്ന ആ ഒരു ഫാക്കൽറ്റിയെ നമ്മുടെ ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ മൂഢന്മാരാണ് ആക്ച്വലി. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ നാവ് കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, പ്രജൽപ്പം ചെയ്യാൻ പാടില്ല, ഗോസിപ്പ് ചെയ്യാൻ പാടില്ല, അൺനെസറി ചിറ്റ്ചാറ്റ് ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഭഗവാന്റെ കഥകൾ വായിക്കുന്നതും ഇതെല്ലാം മൗനം തന്നെയാണ്. അപ്പോൾ മൗനം എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്ന ഒരു പ്രക്രിയയല്ല, പ്രജൽപ്പം പറയാതിരിക്കുന്ന പ്രക്രിയയാണ് മൗനം. എപ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിക്കാം, ഭഗവാനെ ശ്രവിക്കാം, ഭഗവാന്റെ കഥകൾ പറയാം. ഇതെല്ലാം മൗനം. അതാണ് പറഞ്ഞത്, among the confidential activities of hearing, thinking and meditating, silence is most important. Because by silence one can make progress very quickly. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, പറയാതിരിക്കുകയാണെങ്കിൽ, ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഈവൻ മെറ്റീരിയലി സ്പീക്കിംഗ് ആൾസോ, നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കാതിരുന്നാൽ ഒരുപാട് ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, അല്ലെ? നമ്മുടെ ഈ നാവ് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഉള്ള ആ നീളമുള്ള നാവാണ് എല്ലാ കാര്യത്തിനും, എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതിനെ ശരിക്കും മടക്കി പോക്കറ്റിലിടുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വേണ്ടാത്ത സമയത്ത് അത് വളച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് സ്ഥലത്ത് അനാവശ്യമായിട്ട് ഓരോരുത്തരെ വിഷമിക്കുന്ന രീതിയിൽ, ഫോൾട്ട് ഫൈൻഡിങ് രീതിയിൽ, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും. വലിയ വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഈ നാവ് കാരണം. അപ്പൊ അതിനെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, എന്നിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് ആപത്തും സംഭവിക്കില്ല, പ്രശ്നങ്ങൾ സംഭവിക്കില്ല, നേരെ മറിച്ച് ആധ്യാത്മിക ഉന്നമനം നടക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സൈലൻസ് പറയുന്നത്. സോ ദ വൈസ് മാൻ ഈസ് ഹി who can discriminate between matter and spirit, between God's superior and inferior natures. Such knowledge is Krishna himself. അപ്പോൾ മാറ്റർ എന്താണ് വൈസ് മാൻ? മാറ്ററും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന വ്യക്തി, അതാണ് വൈസ് മാൻ. അപ്പൊ അതിൽ സ്പിരിറ്റിനെ മനസ്സിലാക്കുക, ഭഗവാന്റെ സുപ്പീരിയർ എനർജി, ഇൻഫീരിയർ എനർജിയെ മനസ്സിലാക്കുക, അതും ഭഗവാൻ തന്നെയാണ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഓഫ് സപ്രസിങ് ലോലെസ്നെസ്, പണിഷ്മെന്റ് ഞാനാണ്. പിന്നെ വിക്ടറിയിൽ മൊറാലിറ്റി ഞാനാണ്. സൈലൻസില്, സീക്രട്ട് തിങ്സിൽ സൈലൻസ് ഞാനാണ്. വൈസ് അതിൽ വിസ്ഡം ഞാനാണ്. അപ്പൊ എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ എസ്പെഷ്യലി നമ്മള് എന്തെങ്കിലും എജിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ട? സംസാരിക്കാതിരിക്കുക. ദേഷ്യം വരുന്ന സമയത്ത് എന്താണ് ബെസ്റ്റ്? സംസാരിക്കുക. അങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗീവ് സം ടൈം, വീണ്ടും ആലോചിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സൊക്കെ കൂൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ വേണ്ട പോലെ റെസ്പോണ്ട് ചെയ്യണമെന്നെങ്കിൽ ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ സൈലൻസ് റിയലി വളരെ നല്ലൊരു വെപ്പണാണ് നമ്മളുടെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അൺനെസറിലി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അതൊന്ന് പ്രശ്നം കൂടും. ഒരാൾ 1 പറയും, മറ്റേ ആൾ 2 പറയും, പിന്നെ 4 പറയും, 8 പറയും, അങ്ങനെ അത് ഫ്ലയറപ്പ് ആവും.
അപ്പൊ എപ്പോഴും സൈലൻസ് ഈസ് ഗോൾഡൻ. പ്രശ്നം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരഭിപ്രായം പറയണ്ട, മിണ്ടാതിരിക്കുക. പിന്നെ വേണ്ട സമയത്ത് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട സമയത്ത് ആലോചിച്ചിട്ട് യു ഷുഡ് വെയ് ദ വേർഡ് ബിഫോർ യു അട്ടർ ഇറ്റ് എന്ന് പറയുന്നത്. ഹൗ യു ക്യാൻ വെയ് ദ വേർഡ്? നമ്മള് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന വാക്കിനെ വെയ് ചെയ്യണം എന്ന് പറയും. ഇപ്പോ ഒരു വാക്കിന് 1000 കിലോക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരിക്കും. വാക്കിന് ആക്ച്വൽ വെയിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ ആ വാക്ക് അത്രയും ബലവത്താണ്, അത്രയും സ്ട്രോങ് ആണ്, അത്രയും ശക്തിയുള്ളതാണ് ഒരു വാക്ക്. ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം, 2 രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം വരെ ഈ ഒരു വാക്ക് കാരണം സംഭവിക്കും. നോക്കട്ടെ, ഞാൻ നോക്കാം, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്, അവിടെ ഇങ്ങോട്ടും പറയും. അങ്ങനെ അത് ഫ്ലെയർ അപ്പ് ആയിട്ട് ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ബിഗ് വാർ. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ എനർജിയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എവറിത്തിങ് ഈസ് കൃഷ്ണ ഓൺലി എന്നാണ് പറയുന്നത്. Okay, so any questions or any comments? എല്ലാവരും മൗനാണല്ലോ. അപ്പൊ അതായത് ഇത് ഈ വേഴ്സിലത്തെ എക്സാക്ട്ലി അത് ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെ? ഇനി അളന്ന് മുറിച്ചേ സംസാരിക്കൂ പ്രഭുജി. പ്രഭുജി, ഇതില് മാറ്റർ സ്പിരിറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ നേച്ചറും സോളും ആണോ? അതെ, മാറ്റർ, അതായത് ഈ പ്രപഞ്ചം മുഴുവനും മാറ്ററും ആധ്യാത്മിക ലോകം സ്പിരിറ്റാണ്. അതായത് നമ്മൾ സ്പിരിറ്റാണ്, ഭഗവാൻ സ്പിരിറ്റാണ്. അതിനെപ്പറ്റി അറിയാം, സെൽഫ് റിയലൈസേഷൻ, ഗോഡ് റിയലൈസേഷൻ, ഈശ്വര സാക്ഷാത്കാരം, അതാണ് ശരിക്കുള്ള ഒരു വിസിഡം. മറ്റത് ടെമ്പററി ആണ്. നമ്മൾ ഭൗതിക ലോകത്തിലെ നമ്മുടെ ഈ ശരീരത്തിനെ പറ്റിയും ശരീരത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും അതൊക്കെ എന്താ മാറ്ററായിട്ട് വരും. സ്പിരിറ്റ് നമ്മുടെ ആത്മാവ്, അതിനാണ് നമ്മൾ ഉദ്ധരിക്കേണ്ടത്. അതല്ലേ ഭഗവാൻ ഭഗവത്ഗീതയില് അർജുനോട് പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മന. അപ്പോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണം, നമ്മുടെ മെറ്റീരിയൽ ഫെസിലിറ്റീസ്, നമ്മുടെ ശരീരത്തിന് കൂടുതൽ കൂടുതൽ കംഫർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വീടുണ്ടാക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല ഓർണമെന്റ്സ് ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് കൂടുതൽ കൂടുതൽ സ്വാദ്, അതായത് നമ്മുടെ പാലറ്റിന് സ്വാദുള്ള ഭക്ഷണങ്ങൾ സഹിക്കും. അതെല്ലാം എന്താണ്, നമ്മുടെ മാറ്ററാണ്, നമ്മുടെ ശരീരത്തിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷെ സ്പിരിറ്റിനെ നമ്മൾ വില വയ്ക്കുന്നില്ല. സ്പിരിറ്റിന് എന്താണ് ആവശ്യം അത് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഞാൻ എൻ്റെ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ ഐ എം നോട്ട് ദിസ് ബോഡി, ഐ എം ദ സ്പിരിറ്റ് സോൾ. അപ്പൊ ആ സ്പിരിറ്റ് സോളിന് എന്താണ് വേണ്ടത്, അതിനെ ഗൗനിക്കാതെ അതിൻ്റെ ആവരണമായിട്ടുള്ള ശരീരത്തിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എപ്പോഴും പ്രഭുപാദ പറയുന്ന പോലെ ഒരു തത്ത സ്വർണ്ണക്കൂട്ടിൽ വെച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൂട് എപ്പോഴും മിനുക്കിയിരിക്കുകയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി മിനുക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, തത്ത സർവൈവ് ചെയ്യില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ അത് മരിക്കും. കാരണം അതിന് ഭക്ഷണം കിട്ടും. അതേപോലെ നമ്മുടെ ആത്മാവിനെ വി ആർ ദ കില്ലർ ഓഫ് ദ സോൾ എന്നാ പറയുന്നത്, ആത്മഹ. എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ആത്മാവിനെ വധിക്കാൻ പറ്റില്ല അല്ലെ? ഭഗവത്ഗീത 2nd ചാപ്റ്ററിൽ അതല്ലേ പറയുന്നത്, ആത്മാവിനെ കൊല്ലാൻ പറ്റുമോ? പിന്നെ എന്താണ് വി ആർ ദ കില്ലർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്? ഹൗ ക്യാൻ വി കിൽ ദ സോൾ? ഭഗവാൻ പറഞ്ഞല്ലേ വി ആർ ദ കില്ലർ ഓഫ് ദ സോൾ. എങ്ങനെ നമ്മുടെ ആത്മാവിനെ വധിക്കാൻ, അതായത് നശിപ്പിക്കാൻ പറ്റാത്ത ആത്മാവിനെ എങ്ങനെ നമ്മൾ നശിപ്പിക്കുന്നത്? മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള തീർച്ചയായിട്ടും. അതായത് ആത്മാവിന്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ മനസ്സിലാക്കാതെ, ആത്മാവിന്റെ റിയൽ ഐഡന്റിറ്റി മനസ്സിലാക്കാതെ, അതിനെ സംരക്ഷിക്കാൻ നോക്കാതെ,
നമ്മുടെ ബോഡിയെ, ശരീരത്തിനെ മാത്രം പോഷിപ്പിക്കുന്നു. ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ അതിന് നമ്മളുടെ ശരീരത്തിനെ നമ്മൾ വൃത്തിയാക്കുന്നില്ല, കുളിക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല. പക്ഷെ നമ്മൾ നല്ല നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നു. എങ്ങനെ ഉണ്ടായിരിക്കും? പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേരം കുളിക്കുന്നില്ല, ശരീരം വൃത്തിയാക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നല്ല നല്ല ഡ്രസ്സും പെർഫ്യൂമൊക്കെ അടിച്ച് പോയാൽ എങ്ങനെയിരിക്കും? അതേപോലെയാണ് നമ്മളുടെ ശരീരത്തിന് നമ്മൾ എല്ലാം ചെയ്യുന്നു. പക്ഷെ ആത്മാവ്, ദ റിയൽ സെൽഫിനെ നമ്മൾ ഗവനിക്കുന്നില്ല. അതെങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് അതിൻ്റെ ആക്ച്വൽ ശരീരം കിട്ടാൻ അത് നോക്കാതെ നമ്മൾ ഈ ആവരണത്തെ മാത്രം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഹാരങ്ങളും നല്ല നല്ല ഡ്രസ്സും നല്ല നല്ല പെർഫ്യൂമും ഒക്കെ അടിച്ച് പോകും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വി ആർ ആത്മഹ, അതായത് കില്ലർ ഓഫ് ദ സോൾ. അതിന് വേണ്ടുന്ന ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ടെമ്പററി ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള ശരീരത്തിനെ മാത്രം സൂക്ഷിക്കുന്നു. അതിന് വേണ്ടുന്ന, ആത്മാവിന് വേണ്ടുന്ന ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി സഹായിക്കുന്നില്ല. പക്ഷെ വി ആർ മെയിൻറ്റെയിനിങ് ഓൺലി ദ ബോഡി, നോട്ട് ദ സോൾ. പ്രഭുജി, ആ അപ്പൊ ശരിക്കും എത്ര കേട്ടാലും കൺഫ്യൂഷനാ. ഈ ശരീരത്തിലൂടെ നമ്മള് ആത്മാവിന് വേണ്ട പോഷണം കൊടുക്കണം അല്ലേ? യെസ്, അതാണ് മൈൻഡാണ്. അതാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ധരേത് ആത്മനാത്മാനം. ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം, എലിവേറ്റ് ചെയ്യണം. എന്താണ് ആത്മാവ്? മനസ്സ്. ആദ്യത്തെ ആത്മാവ് മനസ്സ്. മനസ്സുകൊണ്ട് ഈ സോളാകുന്ന ആത്മാവിനെ, റിയൽ സെൽഫിനെ ഉദ്ധരിക്കണം. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യണം? അതായത് മനസ്സ് എന്ത് ചെയ്യണം? മനസ്സ് മറ്റ് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ കൊടുത്തിട്ട് വേണ്ട രീതിയിൽ അതിനെ ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം എന്നാണ് ചുരുക്കത്തിൽ അർത്ഥം. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മളുടെ ബദ്ധ ശത്രുവാവും. ആ മനസ്സിനെ നമ്മൾ ശരിക്കും നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ബന്ധുവാവും. ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ റിപുർ ആത്മന. അപ്പൊ നമ്മൾ ആ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിക്കും നമ്മുടെ ബന്ധുവാവുന്നതും അതേപോലെ നമ്മുടെ ശത്രുവാവുന്നതും. അപ്പൊ ശത്രുവായ എന്താണ്? നമ്മൾ വീണ്ടും വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം, അല്ലേ? അതാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും? ആത്മാവ് അപ്പൊ പ്യുവർ അല്ലേ പ്രഭുജി? അപ്പൊ ഇപ്പൊ ഈ ശരീരം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പം ആ അതായത് മനസ്സ് എന്നുള്ള അതിൽ കൂടെ ജ്ഞാനം കൊടുക്കണം അല്ലേ? എങ്ങനെയാ അത് ശരിക്കും? എപ്പോഴും കൺഫ്യൂഷൻ വരും, എത്ര കേട്ടാലും. അതിന് ജ്ഞാനം കൊടുക്കുന്നത് മനസ്സ് എന്നൊരു സംഭവത്തിലൂടെ അല്ലേ പ്രഭുജി? അതായത് മനസ്സാണ് ഫോക്കൽ പോയിന്റ്. ഓക്കെ, ഈ മനസ്സിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഇംപ്രഷൻസ്. സട്ടിൽ ബോഡി, മനസ്സ്, അഹങ്കാരം, ബുദ്ധി, ഇത് മൂന്നും കൂടി. അപ്പൊ നമ്മളുടെ വാസനകൾ, പഴയ ഇംപ്രഷൻസ്, കർമ്മത്തിന്റെ എല്ലാ സീഡ്സും റിയാക്ഷൻസും ഫ്യൂച്ചർ പ്ലാന്, നമ്മുടെ ഡിസൈസ്, ഇതെല്ലാം കൂടി ഒരു സ്റ്റോർ ഹൗസ് ആയിട്ടും മനസ്സിലുണ്ട്. ആ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയ ജ്ഞാനം വേണം. ആ ആത്മീയ ജ്ഞാനം കിട്ടുന്നത് ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ. അപ്പൊ അതിൻ്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിന് ചേതോദർപ്പണ മാർജനം ചെയ്യണം. അതായത് മനസ്സിനെ മാർജനം ചെയ്യുക. മനസ്സിന്റെ ഉള്ളിൽ ആ സ്റ്റോർ ഹൗസിലുള്ളത് എല്ലാം കൽമശങ്ങളാണ്, അനർത്ഥങ്ങളാണ്. അപ്പൊ അതിനെ മാർജനം ചെയ്യുമ്പോഴാണ് മനസ്സ് ശരിക്കുള്ള കാര്യങ്ങളിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ പറ്റുന്നത്. മനസ്സാണ് അതിനെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. മനസ്സ് സെൻട്രൽ പോയിന്റ് ആണ്.
ബുദ്ധി മീതയാണെങ്കിലും കൂടിയിട്ട് ബുദ്ധിക്ക് എന്താ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സാണ് മറ്റു ഇന്ദ്രിയങ്ങളെ നമ്മളുടെ കൺട്രോൾ കൊണ്ടുവരേണ്ടത്. ഇന്ദ്രിയങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഉദാഹരണം, ഇന്ദ്രിയങ്ങള് കുട്ടികളും, മനസ്സ് അമ്മയും, ബുദ്ധി അച്ഛനും. ഇങ്ങനെയാണ്. ഈ കുട്ടികള് വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അത് വേണം, എനിക്കിത് വേണം, ഈ ചോക്ലേറ്റ് വേണം, ഐസ്ക്രീം വേണം, സൈക്കിൾ വേണം, കാർ വേണം, മോട്ടോർ സൈക്കിൾ വേണം, അല്ലേ? ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആ കുട്ടിക്ക് ഈ പൈസ കൊടുത്താൽ അത് ശരിക്കും വിനിയോഗിക്കൂ? സൈക്കിൾ കൊടുത്താൽ ശരിക്കും ഉപയോഗിക്കൂ? 40 സ്പീഡിൽ പോകേണ്ടതിൽ എന്താ പറയുക 120 സ്പീഡിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി? മോട്ടോർ സൈക്കിൾ കൊടുത്താൽ. ഓക്കെ, ഹെൽമെറ്റ് ഇടുക, പൈസ കൊടുത്താൽ അത് ദുരുപയോഗിക്കൂ. അപ്പോ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ഫസ്റ്റ് ഡ്യൂട്ടി അമ്മയുടെയാണ്, അമ്മ. പക്ഷെ അമ്മയെ മസ്ക് അടിച്ചിട്ട് പോക്കറ്റിലാക്കാൻ കുട്ടികൾ വളരെ മിടുക്കന്മാരാ. അതായത് ഇന്ദ്രിയങ്ങള് മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിച്ചിട്ട് പോക്കറ്റിലാക്കും. അപ്പോ അമ്മ കുറച്ച് ലീനിയന്റ് ആവും. അപ്പോ അവിടെ അമ്മ എന്ത് ചെയ്യണം? അച്ഛനോട് ചോദിക്കണം. ഇതെങ്ങനെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, പൈസ ചോദിക്കുന്നുണ്ട്, മോട്ടോർ സൈക്കിൾ ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കേണ്ടത് കൊടുക്കണം. അപ്പൊ അച്ഛൻ പറയും, അച്ഛൻ എന്താണ്? ഇന്റലിജൻസ്. ഇന്റലിജൻസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. എന്താ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടത്? അത് കൊടുക്കാൻ പാടുമോ? കൊടുത്താൽ അത് വല്ല ആപത്തും വരുമോ? നല്ലത് ആവോ? അല്ലെങ്കിൽ വേറെ വല്ല അപകടം ഉണ്ടാവോ? അപ്പോൾ ഇത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കവർ, ലോജിക്കൽ തിങ്കിങ് അച്ഛൻ ചെയ്യും. എന്നിട്ട് പറയും, ഇല്ല, അത് കൊടുക്കാൻ പറ്റില്ല, അവനെ ഇത്ര കാലം എനിക്കറിയാം, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, ആ പൈസ ദുരുപയോഗിക്കും, അല്ലെങ്കിൽ വേറെ വല്ല തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കും, അങ്ങനെ കൊടുക്കേണ്ട വരും. നല്ല കുട്ടികളാണ്, അനുസരണ കുട്ടികൾ, ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കാം, പക്ഷെ അവൻ എപ്പോഴും അണ്ടർ വാച്ച് ആയിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അമ്മയോട് പറയും. അപ്പോ ചില സമയത്ത് കൊടുക്കണ്ട പറയും, ഇല്ല കൊടുക്കാൻ പറ്റില്ല, ഇത് ജസ്റ്റ് റെഫ്യൂസ്, കൊടുക്കണ്ട പറയും. അപ്പൊ അമ്മ പറയും, അല്ല സാരില്ല, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അമ്മ ഇൻഫ്ലുവൻസ് ചെയ്യും അച്ഛനെ. അച്ഛൻ ഓക്കെ എന്നാ ശരി കൊടുക്കാൻ പറയും. പക്ഷെ അങ്ങനെ കൊടുത്താൽ, ആ ഡിസ്ക്രിമിനേറ്റീവ് പവർ യൂസ് ചെയ്ത് കൊടുത്താൽ, അത് ദുരുപയോഗിച്ചാൽ പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ട്? അപ്പൊ അതുകൊണ്ട് എല്ലാ ഫാക്കൽറ്റീസ് അതിൻ്റെതായിട്ടുള്ള റോള് ചെയ്യണം. എസ്പെഷ്യലി ഇന്റലിജൻസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് വേണ്ടതുപോലെ അതിനെ പഠിച്ച് വേണ്ടതുപോലെ ചെയ്യാനുള്ള, അവർ ഡയറക്റ്റ് ചെയ്യാനുള്ള ആ കഴിവുണ്ടായിരിക്കും ഇന്റലിജൻസിൽ. അത് ഉറങ്ങിപ്പോയാൽ പോയി. അപ്പൊ മൈൻഡ് വിൽ ടേക്ക് ഓവർ. ബുദ്ധിയുടെ മീതെ മൈൻഡ് വർക്ക് ചെയ്യും. അപ്പോ മൈൻഡിനെ, ആ ഇന്റലിജൻസിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല മൈൻഡ്. അല്ലെങ്കിൽ ഇന്റലിജൻസ് ഉറങ്ങിക്കിടക്കാൻ പാടില്ല. ഇൻ അതർ വേർഡ്സ്, ഇന്റലിജൻസ് ഷുഡ് ബി വെരി ആക്റ്റീവ് ടു direct the mind. Then in turn, mind should control the senses. This is wrong, that is wrong, you should not do this, you should not do this, that. അങ്ങനെയാണ് ശരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങള്, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, ഇതും വളരെ കോർഡിനേറ്റ് ആയിട്ട്, എസ്പെഷ്യലി ബുദ്ധി ആൻഡ് മൈൻഡ് ഷുഡ് ഹാവ് എ വെരി നൈസ് കോർഡിനേഷൻ. ആ കോർഡിനേഷൻ മാത്രമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കുതിരകളെ പോലെയാണ്, അൺബ്രിഡിൽഡ് ഹോഴ്സസ്. കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിരകളെ നമ്മൾ എന്താ പറയുക, ഒരു കാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അത് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 ഡയറക്ഷനിൽ പോകും. അതിനാണ് നമ്മൾ കടിഞ്ഞാണ് വെക്കുന്നത്, അല്ലേ? അതേപോലെ കാറിൽ സ്റ്റിയറിങ് ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാർ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് പോവോ? അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മാനോവർ ചെയ്യുന്നില്ല. കാർ വിൽ ഗോ ഹിയർ ആൻഡ് ദർ ആൻഡ് മേക്ക് ആക്സിഡന്റ്. മൈൻഡ് ഈസ് ദ സെൻട്രൽ പോയിന്റ്. മൈൻഡ് അതാണ് ശരിക്കും, അത് ആ ഇന്റലിജൻസിന്റെ അത് ശരിക്കും ഫോളോ ചെയ്യണം. അതിന് മൈൻഡിനെ സെൻസസ് ഓവർ പവർ ചെയ്യാൻ പാടില്ല. അതേപോലെ മൈൻഡ് ഇന്റലിജൻസിനെയും ഓവർ പവർ ചെയ്യാൻ പാടില്ല. അപ്പൊ പ്രശ്നമായി. അപ്പൊ മൈൻഡാണ് കൾപ്രിറ്റ്. എന്തുകൊണ്ടാണ് കൾപ്രിറ്റ് പറയുന്നത്? അതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുവാക്കാം, അതിനെ വേണമെങ്കിൽ നമ്മുടെ ശത്രുവാക്കാം. അതാണ് മനസ്സിന് എപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ്
എപ്പോഴും വളരെ നന്നായിട്ട് മനസ്സിലായി മാതാജി? യെസ് പ്രഭുജി, ക്ലിയർ. അപ്പോ നമ്മളുടെ ആഗ്രഹങ്ങള് ചുടല വരെ പോകുന്ന പറഞ്ഞു. ആഗ്രഹങ്ങള് ചുടല വരെ പോകും. അതിന് ഒരു കുറവുണ്ടാവില്ല. അതായത് വളരെ ബ്യൂട്ടിഫുൾ ശ്ലോകം ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യരുടെ. എനിക്ക് എന്താണ് പറയുന്നത്? അംഗം ഗലിതം ഫലിതം ഫലിതം പുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം തഥാപി ന മുഞ്ചതി ആശാപിണ്ഡം. എന്താണ് അംഗം ഗലിതം? നമ്മളുടെ അവയവങ്ങള്, നമ്മളുടെ ലിംസ് എല്ലാം ക്ഷീണിച്ചു പോയി. അംഗം, എല്ലാ അവയവങ്ങളും, എല്ലാ ലിംസും ക്ഷീണിച്ചു. കാണിച്ചെന്താ? വയസ്സായി. എത്ര സന്ധികളുണ്ട്, അത്ര സന്ധികളും പെയിൻ, വേദനയാണ് ഓരോ ജോയിന്റ്സിലും. നൂറുകണക്കിന് സന്ധികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതെല്ലാം ജോയിന്റ് പെയിനാണ്, ക്ഷീണിച്ചു പോയി. എന്നിട്ട് എന്താണ്? ഫലിതം മുണ്ടം. ഫലിതം മുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ലൂസനായി. നമ്മളുടെ അവയവങ്ങളെല്ലാം ലൂസായിന്ന്. സ്റ്റഡി അല്ല, സ്റ്റേൺ അല്ല, സ്ട്രോങ് അല്ല. അംഗം ഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. നമ്മുടെ എല്ലാം 32 കൊല്ലും വായിലുണ്ടാകുന്ന ആർക്കും 32 ഇല്ല. നമുക്ക് അവസാനമായിട്ട് 2, 3, 4, 5 ആയിട്ടും അതും മുഴുവനില്ല, അതും കൊഴിഞ്ഞു പോയി. പിന്നെന്താ പറയണത്? വൃദ്ധോ യാതി ഗൃഹീത്വാദണ്ഡം. വൃദ്ധാവസ്ഥയിൽ നമ്മള് ദണ്ഡം, മൂന്നാമത്തെ, അതായത് 2 കാലിലല്ല, 3-ാമത്തെ കാലിലാണ് നമ്മൾ നടക്കുന്നത്. 2 കാലിൽ നടക്കാൻ പറ്റില്ല, സ്റ്റഡി അല്ല. വൃദ്ധോ യാതി ഗൃഹീത ദണ്ഡം. എന്നിട്ടും തഥാപി ന മുഞ്ചതി ആശാപിണ്ഡം. ഇത്രയൊക്കെ ആയിട്ടും നമ്മളുടെ ആശ, നമ്മളുടെ ആഗ്രഹങ്ങള് അത് എന്തായി? പിണ്ഡം. പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം പോലെ, ഒരു പർവ്വതം പോലെ. അപ്പോഴും പർവ്വതം പോലെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ വെച്ച് നിർത്തുകയാണ്. നമുക്ക് കണ്ണ് കാണുന്നില്ല, പല്ലുപുഴം വായിലത്ത് പോയി, എല്ലാ അംഗങ്ങളും ക്ഷീണിച്ചു, ഓക്കെ, വടി കുത്തി നടക്കാൻ തുടങ്ങി. എന്നാലും തഥാപി ന മുഞ്ചതി ആശാപിണ്ഡം. നമ്മുടെ ആശകൾക്ക് യാതൊരു കുഴപ്പം, അതിങ്ങനെ പൈലപ്പായി കൊണ്ടിരിക്കുകയാണ്. അല്ലെ? എത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് ആ ശ്ലോകം എനിക്ക് വേണ്ടിയിട്ട് ശങ്കരാചാര്യർ ഉണ്ടാക്കിയതുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി പ്രഭുജി ഇത് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകം ഇത്. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് വേണ്ട സമയത്ത് ഇതൊക്കെ ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, നിർത്തേണ്ട സമയത്ത് നിർത്തുക. അപ്പോൾ ആശയ്ക്ക് യാതൊരു കുറവുണ്ടാവില്ല. എത്ര തന്നെ എല്ലാവരും സ്ഥിതിയാണത്. നമ്മൾ ആക്ച്വലി നമ്മൾ അതിനെ ഒന്ന് ശരിക്കും അതിനെ ഈ ശ്ലോകത്തിനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, കോണ്ടംപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാം ഇതിന്റെ അടിമയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില്, ഇൻ വേരിയിങ് ഡിഗ്രീസ്, അല്ലേ? ഓക്കെ, വേറെന്തെങ്കിലും? പ്രഭുജി ഒരു കാര്യം ചോദിക്കട്ടെ? ആ, പ്രഭുജി, അപ്പോ ഈ ഇതില് നമ്മളിപ്പോ പറഞ്ഞില്ല മനസ്സാണ് നമുക്ക് മനസ്സിലാവണം എന്നുള്ളത്. ലൈക്ക് മനസ്സാണ് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്, ഈ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. അപ്പോ ഈ സെൻസസ് എന്ന് പറയുമ്പോൾ അത് കാണാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഇതിപ്പോ ഞാനൊരു കാര്യം കണ്ടു, പക്ഷെ അത് അതിൻ്റെ ഉള്ള ആഗ്രഹം വരുന്നത് മനസ്സിലല്ലേ? അതെ, ആഗ്രഹം വരുന്നത് മനസ്സിൽ തന്നെ. പക്ഷെ സെൻസസ് എന്താണ്? ആ സെൻസസിലൂടെയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് സെൻസസ് ആണ്. ഇപ്പൊ ഒരു സാധനം കാണണം, ഓക്കെ, നമ്മുടെ ഐസ്, അല്ലെ? കണ്ണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ കാണണം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോംസ് കാണണം. ഓക്കെ, അപ്പൊ ആ മനസ്സെന്ത് ചെയ്യണം? യെസ്, യു ക്യാൻ യൂസ് ദിസ് വിഷൻ, ബട്ട് ഫോർ എ ഗുഡ് പർപ്പസ്.
ചിത്രങ്ങള് നല്ല ചിത്രങ്ങളുണ്ട്, ഭഗവാന്റെ ചിത്രങ്ങളുണ്ട്, അഗ്ലി പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, എസ്പെഷ്യലി മോഡൽസിന്റെ ഫിനിഷ് സ്റ്റാർസിന്റെ ഒക്കെ. അത് കാണണം, ഭഗവാന്റെ ഫീച്ചർ കാണണം. സോ മൈൻഡ് ഷുഡ് ഇൻസ്ട്രക്ട് ദിസ് ഈസ് ബാഡ്. കാരണം അങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടാൽ, അഗ്ലി പിക്ചേഴ്സ് കണ്ടാൽ നമ്മുടെ മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യും, നമ്മുടെ മറ്റുള്ള സെൻസസിനെ എജിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ ആക്ഷൻ അതനുസരിച്ചിരിക്കും. അപ്പൊ മൈൻഡ് ഷുഡ് കൺട്രോൾ. ഇറ്റ്സ് ബാഡ്, യു ഷുഡ് നോട്ട് ലുക്ക് സച്ച് പിക്ചേഴ്സ്. യു ഷുഡ് സീ ദ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് രാധ മദൻ മോഹൻ, രാധ ഗോവിന്ദ്ജി, രാധ ശ്രീ വല്ലഭ്ജി, അങ്ങനെയുള്ള പിക്ചർ കാണണം. കാണിച്ചാൽ അങ്ങനെയുള്ള പിക്ചർ കണ്ടാൽ നമ്മുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യും. അതേപോലെ കേൾക്കുന്നത്, ഡിവോഷണൽ സോങ്സ് വി ഷുഡ് ലിസൺ. അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യും. ഒരുപാട് വാട്ട് യു കോൾ എന്താണ് പറയാ, റോക്ക് മ്യൂസിക്കും മറ്റത് മറിച്ചൊക്കെ ഇല്ലേ, അതായത് പാഷനേറ്റ് ആയിട്ടുള്ള സോങ്സ്, അജിറ്റേറ്റിംഗ് ആയിട്ടുള്ളത്, എന്തായാലും പറയാം, എന്താ എന്ത് പാട്ടുകളാ പറയാത്, റോക്ക് മ്യൂസിക്. അങ്ങനത്തെ കേട്ട എന്താ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ എജിറ്റേറ്റ് ചെയ്യും. പിന്നെ ആ കോൺഷ്യസ്നെസ് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ കാണുന്നത്, കേൾക്കുന്നത് ഇതെല്ലാം സത്വഗുണത്തിലായിരിക്കണം. അപ്പൊ ഇതാരാ ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത് മൈൻഡാണ്, മനസ്സാണ്. മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഹേവേ. എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺബ്രിഡിൽഡ് ഹോഴ്സസ്. അപ്പോൾ ആ കടിഞ്ഞാണാണ് എന്ത്? മനസ്സ്. മനസ്സ് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ പല സ്ഥലത്തേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. മനസ്സ്, അപ്പൊ അതാണ് ഭഗവാൻ എന്താ പറയാ, അർജുനനോട് ഭഗവാൻ പറയുന്നത്, ഡൾ മാറ്റർ, സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, മൈൻഡ്, ഇന്റലിജൻസ്, സോൾ. ഇതാണ് ഹയറാർക്കി. അപ്പൊ സോളിനെ നമ്മളുടെ ഈ കൂട്ടിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സാണ് മെയിനായിട്ടുള്ള പ്രവൃത്തി ചെയ്യേണ്ടത്. സോളിനെ എന്തിനാ രക്ഷപ്പെടുന്നത്? ഈ കൂട്ടിൽ നിന്ന്, ഈ ആവരണത്തിൽ നിന്ന്, ഈ ശരീരമാകുന്ന ടെമ്പററി ആകുന്ന ഈ മാറ്റർ ആകുന്ന ആവരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ്, അതായത് മൈൻഡ് ഷുഡ് പ്ലേ ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് കൺട്രോളിങ് ദ സെൻസസ്. നിർബന്ധമായിട്ട് നല്ല കാര്യങ്ങൾ കാണാം. അപ്പോ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുക. അപ്പോ നമ്മളുടെ എന്താണോ നമ്മൾ ഇതെല്ലാം ഫീഡ് ചെയ്യാണ് അല്ലെ. ഫീഡ് ചെയ്യാൻ നോട്ട് ഓൺലി ത്രൂ മൗത്ത്, ഫീഡിങ് ത്രൂ ഇയേഴ്സ്, ഫീഡിങ് ത്രൂ ഐസ്, ഫീഡിങ് ത്രൂ സ്കിൻ, അല്ലെ. ഫീഡിങ് എല്ലാ സെൻസിലും കൂടി നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഇൻപുട്ട് എന്തായിരിക്കണം? സാത്വികമായിട്ടുള്ളായിരിക്കണം. കാണുന്നത് നല്ലതായിരിക്കണം, ഡിവോഷണൽ ആയിരിക്കണം. കേൾക്കുന്ന ഡിവോഷണൽ ആയിരിക്കണം. പ്രവർത്തിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഓരോ സെൻസസും, ത്വക്ക്, അതേപോലെ കണ്ണ്, നാസിക, നാവ്, ചെവി, ഇതെല്ലാം നമ്മൾ എന്താണ് സാത്വികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ആ സെൻസസ് ഇന്ദ്രിയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളുടെ ടേസ്റ്റും നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മളുടെ ആക്ടിവിറ്റിയും അതനുസരിച്ചിരിക്കും. മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭുജി, Yes. പ്രശ്നം പ്രഭുജി, മണ്ടത്തരം തന്നെ വീണ്ടും തോന്നുന്നു. എന്താ പറഞ്ഞ? പ്രഭുജി വീണ്ടും വീണ്ടും മണ്ടത്തരമായിരിക്കും ചോദിക്കുന്നത്. എന്നാലും അല്ല, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ ചില പോർഷനുകളിൽ. തീർച്ചയായിട്ടും അങ്ങനത്തെ എന്റെ വലിയൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഈ സോളിന്റെ കാർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സോള് ഒരിക്കൽ ഒരു സ്പിരിച്വൽ പ്ലാനറ്റിൽ നിന്ന് താഴോട്ട് ഫോളൻ സോൾസ് ആണല്ലോ. അപ്പോ അതിന് ഈ മെറ്റീരിയൽ പ്ലാനറ്റ് വരുമ്പോ ഒരു ബോഡി കിട്ടുന്നത് എന്താണോ സോളിന്റെ ആഗ്രഹം അതനുസരിച്ചുള്ള ഒരു ബോഡി ആയിരിക്കുമല്ലോ ഫസ്റ്റ് ടൈമിൽ കിട്ടുന്നത്. അപ്പൊ ആ ബോഡി ആക്ട് ചെയ്യുന്ന ആ സോളിന്റെ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലേ ആക്ച്വലി? കാരണം അതിന്റെ അനുസരിച്ചുള്ള ഒരു മൈൻഡും ഒരു 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 ബോഡിയും അല്ലേ ഈ സോളിന് കിട്ടുന്നത്. അതായത് പറയൂ. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെ ഈ സോളിന്റെ ആ ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലായിരിക്കും ആ ബോഡി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. അപ്പൊ നമുക്ക് ഈ മൈൻഡ് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? അതൊക്കെയാണ് എന്റെ ഒരു സംശയം. അല്ല എങ്കിൽ ഈ ബോഡിയുടെ, അതായത് ഗ്രോസും സബ്റ്റൈലുമായിട്ടുള്ള ബോഡിയിൽ സോളിന് കൺട്രോൾ ഇല്ലെങ്കിൽ
ഈ പാവം പിടിച്ച സോള് വേണ്ട ഈ കാർമിക് റിയാക്ഷൻ അല്ല അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ഈ ശരീരം, മനസ്സ്, ഇന്റലിജൻസ് ചെയ്യുന്ന സകല ആക്ടിവിറ്റീസിന്റെ കാർമിക് റിയാക്ഷൻ കിട്ടുന്ന ഈ സോളിനല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ഈ സോളിന്റെ ആഗ്രഹമല്ലേ ശരിക്കും ഈ ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. അതായത് സോൾ സച്ചിദാനന്ദമാണ്, അതിനൊരു കാർമിക് റിയാക്ഷനും ഇല്ല ആദ്യം. ഓക്കെ, സോള് സച്ചിദാനന്ദമാണ്, അതിന് ഒരു പക്ഷേ നമുക്കൊരു ഫ്രീ വില്ല് ഭഗവാൻ തന്നിട്ടുണ്ട്. ആ ഫ്രീ വില്ലിന്റെ അടിസ്ഥാനത്തിൽ ആ സോള് ഭഗവാന് ഫേവറബിൾ ആയിട്ട് ചെയ്യാം, അൺഫേവറബിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്കൊരു ശരീരം കിട്ടുന്ന ഒരു ഭൗതിക ശരീരം. അപ്പൊ സോളിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആക്ച്വലി ബാധിക്കുന്നത് എസ്പെഷ്യലി ഭൗതിക ലോകത്തെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതും ചീത്തയും സോളല്ല. അത് പയസ് ആൻഡ് ഇംപയസ്, സ്പിരിച്വലിന്റെ കാര്യമല്ല പറയണത്. സ്പിരിച്വൽ ഞാൻ മാറ്റിയെടുത്താണ്. ഭൗതിക ലോകത്തുള്ള പയസ് ആൻഡ് ഇംപയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് മൈൻഡിലൂടെയാണ്. മൈൻഡ് ത്രൂ ദ സെൻസസ് നമ്മൾ അനുഭവിക്കുന്നു. ഫിസിക്കലായിട്ട് ഒരു സെൻസസ് വേണല്ലോ, ഫിസിക്കലായിട്ടുള്ള ഒരു ലിംസ് വേണല്ലോ. അപ്പോ ത്രൂ ദ ഫിസിക്കൽ ലിംസ്, ഓർഗൻസ്, ഇറ്റ് ഈസ് ബീങ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മൈൻഡ്. സോൾ ഇതിലെ വരുന്നില്ല. സോൾ എന്തിനാണ് അനുഭവിക്കുന്നത് തോന്നുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മിസ്കൺസെപ്ഷൻ ഓഫ് ദ ബോഡി. അതായത് ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് സോള് അനുഭവിക്കുന്നു പറയുന്നത്. ആക്ച്വലി സോൾ ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻ ദ പിക്ചർ. സോള് സച്ചിദാനന്ദമാണ്. പക്ഷെ മിസ് ഐഡന്റിഫിക്കേഷനിൽ മാത്രം അത് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അത് രുചിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ ആക്ച്വലി സോൾ സച്ചിദാനന്ദമാണ്. ഇതെല്ലാം ത്രൂ ദ മീഡിയം ഓഫ് മൈൻഡ്, ത്രൂ ദ മീഡിയം ഓഫ് സെൻസസ്. അപ്പൊ സോളിന്റെ ഒരു ഫ്രീ വില്ല് വെച്ചിട്ട് അത് ഭഗവാനിൽ നിന്നും ഞാനും മാസ്റ്റർ ആവണം, ഞാനും കൺട്രോളർ ആവണം, ഞാനും പ്രൊപ്പറേറ്റർ ആവണം, ഞാനും എൻജോയർ ആവണം എന്നുള്ള ആ ഒരു തലത്തിലാവുമ്പോഴാണ് ഓക്കെ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് അനദർ പ്ലേസ് ഫോർ യു. I have made for you. You become the controller there. You become the proprietor there. Not here. കാരണം not even a tinge of impurity can sustain the spiritual world. Okay. അപ്പൊ ഇത് റീസെന്റ് ഞാൻ ഗുരു മഹാരാജിന്റെ ഒരു ചോദിക്കാണ്, ഒരു മാതാജിയുടെ ചോദ്യം. അതായത് പല സ്ഥലത്തും നമ്മൾ ആധ്യാത്മിക ലോകത്തുനിന്ന് വന്നു എന്ന് പറയുന്നു. ആധ്യാത്മിക ലോകത്തുനിന്ന് വരുന്നു പറയുന്നു. ചില സ്ഥലത്ത് പറയുന്നു നമ്മൾ ആധ്യാത്മിക ലോകത്തു നിന്നല്ല വന്നിരിക്കുന്ന പറയുന്നു. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ന തദ് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമമമ. അതായത് എൻ്റെ അബോർഡിന്ന് ഒരാൾ തിരിച്ചു വീഴില്ല താഴേക്ക്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അടുത്താണ്, പിന്നെ എങ്ങനെ തിരിച്ചു വീണ ഒരു ചോദ്യം അല്ലേ? അപ്പോ ഗുരു മഹാരാജ് പറഞ്ഞത് എന്താ അറിയോ, നമ്മളുടെ ഒരു മാഗസിൻ ഉണ്ട്. എന്താ മാഗസിന്റെ പേര്? വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ഉണ്ട്, ബൈ മന്ത്ലി മാഗസിൻ. എന്താ എന്റെ പേര്? അറിയില്ല. ബാക്ക് ടു ഗോഡ് അല്ലേ പ്രഭുജി? ബാക്ക് ടു ഗോഡ്. പ്രഭുപാദ് പറയുന്നു ബാക്ക് ടു ഗോഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തിരിച്ച് ഗോഡേറ്റിലേക്ക്. അപ്പൊ നമ്മൾ അവിടെ ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ ബാക്ക് ടു ഗോഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. തിരിച്ച് back to Godhead. That means we were there once upon a time, whenever it is. അതുകൊണ്ടല്ലേ ബാക്ക് ടു ഗോഡൻ. അപ്പൊ പ്രഭുപാദ് രണ്ടും പറയുന്നുണ്ട്. നമ്മുടെ സ്പിരിച്വൽ വേർഡിന് വീഴില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ വീണത്? അപ്പൊ അതുകൊണ്ട് ഗുരു മഹാരാജ് പറയുന്നത്, when the house is on fire, നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇതിന്റെ കാരണം കണ്ടുപിടിച്ചാലേ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുള്ളൂ. ഇതിന്റെ കാരണം പറഞ്ഞിട്ട് ഞാൻ ഫയർ അവിടെ കത്തിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആണോ, വേറെ വല്ലതും സപ്പോർട്ട് ചെയ്താണോ? അതല്ല, ഇമ്മീഡിയറ്റ്ലി ഷുഡ് ട്രൈ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിറ്റ്. അതേപോലെ ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ഫയർ. വി ഷുഡ് somehow try to get out and go there. Practically there is no chance of falling down practically once we are there, but free will is there. We can opt to. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്തുകൊണ്ട് വീഴില്ല എന്ന് പറഞ്ഞ, ഫോർ എക്സാമ്പിൾ, ഒരുപാട് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത
ഒരു വിക്ടിം ഒരുപാട് അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ജയിലില്, ഇന്നത്തെ ജയിലിലെ കാര്യമല്ല, ഇന്നത്തെ ജയിലിന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിലെ ജയിലിൽ പറഞ്ഞാൽ റീക്രിയേഷൻ ആണ് അവിടെ. ചില പെറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ജയിലിൽ പോകാൻ ശ്രമിക്കും. കാരണം എന്താ അറിയോ, പുറത്തുള്ള ജീവിതത്തെക്കാട്ടിലും കൂടുതൽ നല്ലതാണ് ജയിലില്. അവിടെ നല്ല റീക്രിയേഷൻ ഉണ്ട്, നല്ല സ്പോർട്സ് ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്. പുറത്ത് പോകാൻ പറ്റില്ല, പക്ഷെ എല്ലാം സുഖ ജീവിതം. അപ്പൊ ചെറിയ ക്രൈം ചെയ്തിട്ട് അവർ ജയിലിൽ പോകാൻ നോക്കും ചില. പക്ഷെ ഇന്നത്തെ കാലത്ത് ജയിലാണ്. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഹീനിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒരു റൂമില് 3 feet by 3 feet ഉള്ള റൂമില് ഒരു കസേല ഉണ്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഉണക്ക റൊട്ടി എന്തെങ്കിലും കൊടുക്കും. പിന്നെ അത് പറയുന്ന പണിഷ്മെന്റ് പറഞ്ഞാൽ കസാലയിൽ ഇരുത്തിയിട്ട് മുകളിൽ നിന്ന് വെള്ളം ഓരോട്ടായിട്ട് തലയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വെളിച്ചം കിട്ടില്ല, വെന്റിലേഷൻ ഉണ്ടാവില്ല, ഭക്ഷണം ശരിക്കും ഉണ്ടാവില്ല, കുളിക്കാൻ പറ്റില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് അത്രയും ഹാർഷ് പണിഷ്മെന്റ്. അങ്ങനെ പണിഷ്മെന്റ് കിട്ടിയ ഒരു വ്യക്തിയെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ്, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് പറഞ്ഞാൽ 14 years. അങ്ങനെ ഒരു വ്യക്തി 14 years അങ്ങനെ ഹാർഡ് പണിഷ്മെന്റ് ചെയ്ത ഒരു വ്യക്തി പുറത്തു വന്നാൽ സെൻസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വീണ്ടും അങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഭൂലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം യോനികളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ പക്ഷിയായിട്ടുണ്ട്, പശുവായിട്ടുണ്ട്, വൃക്ഷങ്ങളായിട്ടുണ്ട്, മത്സ്യങ്ങളായിട്ടുണ്ട്, കൃമികീടങ്ങളായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ആ പണിഷ്മെന്റ്, അതായത് നമ്മൾ ജയിലിൽ അനുഭവിച്ച ആ പണിഷ്മെന്റ് അല്ല, അതിന് എത്രയോ കോടിക്കണക്കിന് കൂടുതൽ പണിഷ്മെന്റ് ആണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ യോനികളിൽ കൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നമ്മൾ വൈകുണ്ഠത്തിൽ എത്തിയാൽ പിന്നെ വിൽ നെവർ തിങ്ക് ഓഫ് കമ്മിങ് ബാക്ക്. അതുകൊണ്ട് പ്രാക്ടിക്കലി ദർ ഇസ് നോ ചാൻസ് ഓഫ് കമ്മിങ് ഡൗൺ വൺസ് യു ഗോ ദർ. കാരണം നമ്മൾ ആൾറെഡി ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ വന്ന് ഒരു തെറ്റ് ചെയ്തു, പക്ഷെ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കില്ല. അതുകൊണ്ടാണ് യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമമ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തിരിച്ച് ബാക്ക് ടു ഗോഡായിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ തിങ്ക് ഓഫ് കമ്മിങ് ബാക്ക് അഗെയിൻ ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. അപ്പൊ രണ്ടും പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദ. ബാക്ക് ടു ഗോഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പക്ഷെ അവിടുന്ന് തിരിച്ച് വരൂല്ലേ നമ്മൾ. കാരണം ഈ കണ്ടീഷനിൽ ആരെ തിരിച്ചു വരിക? വീണ്ടും ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം, ഇങ്ങനത്തെ ഒരു ഈവൻ ഒരു തോട്ടും ആരെയും മനസ്സിൽ വരിക? ഭഗവാൻ നിന്ന് മാറി ചെയ്തിട്ട് എനിക്ക് കൺട്രോളർ ആവണം, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ആവണം, എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർക്കാ തോട്ട് വരിക? ആർക്കും വരില്ല. അപ്പൊ അതാണ്. അപ്പൊ രണ്ടും നമുക്ക് എടുക്കണം, ഒന്ന് മാത്രം എടുത്താൽ പോരാ. പിന്നെ പ്രഭാതം പറയേണ്ട, വീട് കത്തിയിരിക്കുന്ന സമയത്ത് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ട്രൈ ടു എസ്കേപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ദെൻ പിന്നെ സൗകര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്തോളൂ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളൂ എങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇപ്പോ ദിസ് മോമെന്റ് അർജൻസിയാണ്. ട്രൈ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ ചുരുക്കത്തില് സോൾ സച്ചിദാനന്ദമാണ്. അതിനെ ഈ മെറ്റീരിയൽ ഒന്നും ബാധിക്കില്ല. പക്ഷെ മിസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഈ ബോഡി ആയിട്ട് മിസ് ഐഡന്റിഫൈ ചെയ്യുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഇറ്റ്സ് ഓൺലി എ ഫീലിംഗ്, മിസ്കൺസെപ്ഷൻ. ബട്ട് സോൾ ഈസ് നോട്ട് അണ്ടർഗോയിങ് എനി, സോൾ ന്യൂട്രൽ ആണ്. അതിന് സ്പിരിച്വൽ ബ്ലിസ് മാത്രമേ ഉള്ളൂ, മെറ്റീരിയൽ ആയിട്ട് അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഈ ബോഡി ആയിട്ട് മിസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യെസ്, മനസ്സൂടെ അതിന്റെ എക്സ്പീരിയൻസ് നടക്കുന്നത് മാത്രം. അപ്പൊ എനിക്ക് ഗുരു മഹാരാജ് പറഞ്ഞ് വളരെ ഇതായി. അതായത് ആ ബാക്ക് ടു ഗോഡൻ ഉള്ളതല്ലേ, തന്നെ ബാക്ക് ടു ഗോഡൻ. ദാറ്റ് മീൻസ് വി വെയർ, നമ്മളെന്തോ ചെറിയൊരു കുർത്തക്കേട് കാണിച്ചു. ഐ വാണ്ട് ടു ബി ദ ലോർഡ് ഓഫ് ദ മെറ്റീരിയൽ നേച്ചർ, ഐ വാണ്ട് ടു ബി ദ ലോർഡ്. അങ്ങനെ ഇത് വന്നപ്പോൾ യെസ്, യു വാണ്ട് ടു ബി ദ ലോർഡ്, നോ പ്രോബ്ലം, ഐ ഹാവ് സ്പെസിഫിക്കലി മെയ്ഡ് ദിസ് മെറ്റീരിയൽ വേൾഡ്, ഗോ ആൻഡ് എൻജോയ്, ആൻഡ് വെൻ യു ആർ ഫെഡ് അപ്പ് യു കം ബാക്ക് ടു മീ, ദെൻ യു വിൽ നെവർ ഫാൾ ഡൗൺ. എങ്ങനെ ഒരു കുറ്റവാളി ജയിലിൽ പോയിട്ട് ഒരുപാട് കഠിന ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ച് വീണ്ടും അങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല, അതേപോലെ നമ്മളും ഒരു പ്രാവശ്യം തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ പണി വീണ്ടും ചെയ്യില്ല. സോ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ പ്രഭുജി, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് തിരിച്ചു മുമ്പ് ഇതെല്ലാം ഓർമ്മയുണ്ടാവുമായിരിക്കില്ലേ? അതുകൊണ്ടല്ലേ ഇനി തിരിച്ചു വരില്ല എന്ന് പറയണേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സോ നമുക്ക്, അതായത് ഭഗവാൻ ഈസ് ഒംനിസെന്റ്. നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്കും അതിൻ്റെതായിട്ടുള്ള
സ്മോൾ ഡിഗ്രിയിൽ നമുക്കും അറിവുണ്ടായിരിക്കണം. അതല്ല അതല്ല പലരും ഞാൻ തത്വ എന്ന് പറഞ്ഞത് തദ്ധാമ. ഒരു രാജ്യം അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. പ്രാക്ടിക്കലി ദർ ഇസ് നോ ചാൻസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ഫ്രീ വിൽ തന്നിട്ടുണ്ട്. ആ ഫ്രീ വില്ല് നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. അതിൽ ഭഗവാൻ ഇന്റർഫിയർ ചെയ്യില്ല. പക്ഷെ എഗെയിൻ അതിനെന്താ കാര്യം വെച്ചാൽ നമ്മൾ ഇങ്ങനെ പണിഷ്മെന്റ്, ഇങ്ങനെ 84 ലക്ഷം യോനികളിൽ കൂടെ കടന്ന് കഷ്ടപ്പെട്ട് തിരിച്ചവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവർ തിരിച്ചും കൊണ്ടുവരിക? ആങ്സൈറ്റി ഫ്രീ ആയിട്ടുള്ള അത്രയും ആനന്ദമായിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് നമ്മൾ തിരിച്ചു വരില്ല. എന്താ ക്ലിയർ ആയോ പ്രഭുജി? സംശയം ക്ലിയർ ആയോ? ശാന്തരൂപ പ്രഭു കേൾക്കുന്നില്ല? അവിടുന്ന് കേൾക്കുന്നില്ല. കേൾക്കാമോ പ്രഭുജി? ഹരേ കൃഷ്ണ. പറഞ്ഞു. അപ്പൊ വലിയ ഭഗവാൻ പറഞ്ഞൊക്കെ അനുസരിച്ചും ഗുരുക്കന്മാര് പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചെങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുക. അതന്നെ. കാര്യം ഇപ്പൊ നമ്മള് സമുദ്രത്തിന്റെ നടുക്കിലാണ്. എങ്ങനെ ആരെങ്കിലും ബോട്ട് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കയറുക, രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. ഇത് ആരാ ഈ ബോട്ട് പറഞ്ഞത്? ഈ ബോട്ട് നല്ലതാണോ? അത് താഴോ? അന്ന് നോക്കണ്ട പോ. ഏതെങ്കിലും കയറി കിട്ടിയ മുറുകെ പിടിച്ചിട്ട് എങ്ങനെയും കരകയറാൻ നോക്കുക. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്നേരം മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും നമുക്ക് നമ്മളുടെ ആ ബുദ്ധി പോയിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ കാര്യങ്ങൾ അചിന്ത്യം, ഇൻകൺസീവബിൾ എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസർ തരാനും പറ്റില്ല. ഇനിയിപ്പോ അഥവാ ആൻസർ തരാനുള്ള വല്ലവരുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ബെസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് ഇൻകൺസീവബിൾ. എന്താണ് നമുക്ക് മനസ്സിലായത് അതനുസരിച്ച് ഒരു കാര്യം മനസ്സിലായി. ഇത്രയൊക്കെ വായിച്ചും ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും അതായത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. അല്ലേ? അതാണ് ഇൻകൺസീവബിൾ എന്ന് പറയുന്നത്. അചിന്ത്യ, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അചിന്ത്യമാണ്. പക്ഷെ ഓഫ്കോഴ്സ് മനസ്സിലാക്കും ഭഗവാന്റെ കൃപാകടാക്ഷണെങ്കിൽ ഭഗവാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കി തരും ഭഗവാൻ. പക്ഷെ അതിനുള്ള യോഗ്യത നമുക്ക് വേണം. ആദ്യം യോഗ്യത നേടിയെടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു മെഡിക്കൽ കോളേജിലോ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ടല്ലോ, മിനിമം ക്വാളിഫിക്കേഷൻ വേണല്ലോ, എന്നാലും നമുക്ക് അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതേപോലെ നമുക്കും ചില യോഗ്യത ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാന്റെ സൃഷ്ടി കാര്യങ്ങളും നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നമുക്ക് പിന്നെ പതിപ്പത്തെ എല്ലാം മനസ്സിലാക്കാം. ചില ആൾക്കാര് നിങ്ങളുടെ കൃഷ്ണൻ എവിടെ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ വിശ്വസിക്കാം. എന്താ കൃഷ്ണനോടെ ഷോപ്പിൽ പോയിരിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുമ്പോൾ കൊണ്ട് കാണിച്ചു തരാം. അതിലുള്ള യോഗ്യത വേണ്ട. പറയാ ഞാൻ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ മോദിയെ വിശ്വസിക്കുന്നില്ല, അങ്ങനത്തെ ആളുണ്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കാം. എന്താ തൊഴിലെടുക്കുകയാണ് എല്ലാവരും മുമ്പിൽ പ്രദർശിപ്പിക്കാം. അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് മോദിയെ കാണാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ കാണാം, ആരാച്ച കാണാം. ആദ്യം നമ്മൾ എടുക്കേണ്ടുന്ന ആ ഒരു ക്വാളിഫിക്കേഷനാണ് അല്ലെ. ചില ആൾക്കാർ പറയും ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഈശ്വരൻ നിന്ന് കാണിച്ചു തരും. അപ്പൊ പ്രബോധനം എന്താ? ഓർഡർ സപ്ലയർ എപ്പോഴും ആഗ്രഹിച്ച ആദ്യം മുമ്പിൽ ഈശ്വരൻ വന്ന് അതിനാദ്യം അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ ആർജിച്ചെടുക്കണം. Then he will show you in many ways his presence. We can feel his presence. Even ബ്രഹ്മാവ് പോയിട്ടും ബ്രഹ്മാവും ശിവനും മറ്റു ദേവതമാർക്കും പോയാലും കൂടി എല്ലാ സമയത്തും അത് കാണാൻ പറ്റില്ല. എന്നാൽ സെലസ്റ്റിയൽ വോയിസ് കൂടെയാണ് ഭഗവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് പേഴ്സണലി. അല്ലെ? പേഴ്സണലി ഓഡിയൻസ് കൊടുക്കുന്നത് വളരെ കുറവാണ്.
ഈവൻ ബ്രഹ്മാവിന് പോലും കൂടിയിട്ട് ത്രൂ സെലസ്റ്റിയൽ വോയിസിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് യാതൊരു ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവാനെ കാണിച്ചു തരും. അടുത്ത ക്ലാസ്സിൽ ഹരേ കൃഷ്ണ വാഞ്ചാകർപ്പേശ കൃപാസിന്ധു പതിനാലാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय श्री प्रभुपाद की जय, गुरु महाराज की जय, ताइगो प्रेमानंदे हरे हरे कृष्ण. Yes.